പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷമാണ് 24-ാം അധ്യായം 35 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്ന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്ന യേശുവിൻ്റെ മറ്റൊരു വിശകലനം നാം ഇവിടെ കാണുകയാണ്. യേശു മറിയത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. വീണ്ടും യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് മറിയത്തിനാണ്. ലൂക്കാ സുവിശേഷകനാണ്, പാവങ്ങളുടെ സുവിശേഷകനാണ്, സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരുടെ സുവിശേഷകനാണ്. അങ്ങനെയാവുമ്പോൾ മറിയത്തിന് പ്രത്യക്ഷപ്പെടുവാനുള്ള കാരണം സ്ത്രീക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ല. പെന്തക്കോസ്ത് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റാൻ്റ് സഭക്കാരുടെ ഇടയിലൊക്കെ മറിയത്തെക്കുറിച്ച് പറയുന്നത് 13ാമത്തെ അപ്പസ്തോലൻ എന്നാണ്. ശിഷ്യന്മാർക്ക് ലഭിക്കാതിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃപ ദൈവം മറിയത്തിന് നൽകുകയാണ്. ഉയർത്തതിന് ശേഷം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ഈ മറിയത്തിനാണ്. എന്നാൽ ഇതൊരു വിളിയാണ്. ഈ വിളിയോടൊപ്പം തന്നെ ഒരു സാക്ഷ്യവുമുണ്ട്. ആയിരുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, പുതിയ ഒരു ജീവിത രീതിയിലേക്ക് വരുമ്പോൾ എപ്രകാരം നീ ആയിത്തീരണമെന്ന് സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്. ലേൺ, അൺലേൺ, റീലേൺ. പഠിക്കണം, പഠിച്ചതൊക്കെ ഉപേക്ഷിക്കണം, വീണ്ടും പഠിക്കണം. എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ മറിയത്തിന് ഈശോനാഥൻ കൊടുക്കുന്ന ഈ ദൗത്യം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ദൈവവുമായുള്ള തൻ്റെ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ, അവൻ നൽകിയ കൃപയുടെ അനുഗ്രഹങ്ങളുടെ അടയാളമായി അവൾ തൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ തീരുമാനിക്കുകയാണ്. നാം ഇന്ന് രാത്രിയിൽ ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിൽ ഉയരേണ്ട ഒരു ചോദ്യമുണ്ട്. ഞാൻ എന്തിന് ഈശോയിൽ വിശ്വസിക്കണം? എൻ്റെ വിശ്വാസം എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പകർന്നു തന്നതുകൊണ്ട് മാത്രമാണോ ഞാൻ വിശ്വസിക്കുന്നത്? അതോ എൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ആവശ്യ സമയത്ത് മാത്രം ഞാൻ തേടിയെത്തുന്ന ഒന്നാണോ എൻ്റെ ദിവ്യകാരുണ്യനാഥൻ? അതോ എൻ്റെ സന്തോഷത്തിലും സങ്കടങ്ങളിലും കൂടെയൊന്നായിരിക്കുവാൻ, കൂട്ടായിരിക്കുവാൻ എന്നെ കരുതുന്ന എൻ്റെ ദൈവത്തിനോടൊപ്പമുള്ള ഏറ്റവും സന്തോഷകരമായ ഒരവസരമാണോ ഇത്? അതോ എൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള വൈകാരികമായ സമ്മർദ്ദങ്ങൾക്ക് നടുവിൽ മറ്റൊരു പിടിവള്ളിയും കിട്ടാതെ വരുമ്പോൾ ഞാൻ വന്ന് കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ചു പോകുന്ന ഏതോ ഒരടയാളം മാത്രമാണോ എൻ്റെ ദൈവം? കൃത്യമായ കാരണങ്ങളുണ്ടായിരിക്കണം എനിക്ക് വിശ്വസിക്കുവാൻ. മറിയത്തിന് കൃത്യമായ കാരണങ്ങളുണ്ട്. തൻ്റെ മോശമായ അവസ്ഥകളിൽ നിന്ന് തന്നെ കൈപിടിച്ച് നടത്തി മറ്റൊരു രീതിയിലേക്ക് തന്നെ ജീവിതത്തിലേക്ക് അവൻ തിരികെ കൊണ്ടുവരുമ്പോൾ, ഈ സമൂഹത്തിൽ ഒരിക്കലും ഒരു വിലയും എനിക്കില്ലാതിരുന്ന, ഒരു വസ്തുവിൻ്റെ വില പോലും കൽപ്പിക്കാതിരുന്ന സമൂഹത്തിൽ എനിക്ക് മഹനീയമായ ഒരു വില നൽകിയ എൻ്റെ ദൈവത്തോടൊപ്പം ഞാൻ യാത്ര ചെയ്യുവാൻ തീരുമാനമെടുത്തുവെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഈ ദൈവത്തെ കുടിയിരുത്തുവാൻ എനിക്ക് സാധിക്കുമോ? മറിയം ഒരടയാളമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യത്തിൻ്റെ, ആയിത്തീരേണ്ട അവസ്ഥകളുടെ ഒരടയാളം. ഇവിടെ എനിക്കെൻ്റെ വിശ്വാസം കുറച്ചുകൂടി ആഴപ്പെടുത്തേണ്ടതുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കണ്ടെത്തേണ്ട ദൈവത്തെയല്ല, നേരെ മറിച്ച് എന്നെ സൃഷ്ടിച്ച് സ്നേഹിച്ച് മോശമായ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് കൈപിടിച്ച് നടത്തി എന്നെ ഇപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന, സംരക്ഷിക്കുന്ന ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം എനിക്ക് ആഴപ്പെടുത്തുവാൻ സാധിക്കണം. ഞാൻ എൻ്റെ വിശ്വാസത്തെ സാവധാനത്തിൽ ആഴപ്പെടുത്തിയെടുക്കുമ്പോൾ എന്നിൽ നിന്ന് നഷ്ടപ്പെടുത്തേണ്ട ഈ ലോകത്തിൻ്റേതായ പല വഴികളും പല കാര്യങ്ങളുമുണ്ട്. അപ്രകാരമാകുമ്പോൾ എൻ്റെ കൂടെയുള്ളവർക്ക് ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ
ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, അവൻ നൽകിയ നന്മയുടെ, സംരക്ഷണത്തിൻ്റെ, കരുണയുടെ സുവിശേഷം മറ്റുള്ളവർക്ക് അറിയിക്കുകയാണ് ഏറ്റവും വലിയ ഒരു സാക്ഷ്യമായി തീരുകയാണ്. നമ്മുടെ വിശ്വാസം വ്യക്തിപരമാണെങ്കിൽ കൂടിയും സംരക്ഷിക്കപ്പെടണം. നീ ഓരോ പ്രാവശ്യവും നിൻ്റെ വിശ്വാസം വ്യക്തിപരമാണെന്ന് പറയുമ്പോൾ നീ അറിയാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയല്ലേ? കാരണം ക്രൈസ്തവ വിശ്വാസം വ്യക്തിപരമാണെങ്കിൽ കൂടിയും അത് സാമൂഹികമാണ്, സമൂഹവുമായി ബന്ധമുണ്ടായിരിക്കണം. നമുക്കൊരു നിമിഷം ദിവ്യകാരുണ്യ ഈശോയിലേക്ക് മാത്രമൊന്ന് ശ്രദ്ധിക്കാം. നിൻ്റെ ജീവിതം എപ്രകാരമാണ്? നീ എന്തിന് ഈ ദിവ്യകാരുണ്യനാഥനിൽ വിശ്വസിക്കണം? നിൻ്റെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളിൽ ദിനവും ഒരു പ്രാവശ്യമെങ്കിലും ഈ ദൈവത്തെ കണ്ടുമുട്ടുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? അവൻ നിന്നെ സംരക്ഷിക്കുന്നതായി, നിന്നെ കാത്തു വഴി നടത്തുന്നതായി, തിന്മകളിൽ നിന്ന് മോചിപ്പിക്കുന്നതായി നിനക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടോ? നിൻ്റെ കൂദാശകളുടെ സ്വീകരണം, കുംഭസാരവും ദിവ്യകാരുണ്യ സ്വീകരണവുമൊക്കെ ഇതിന് നിന്നെ സഹായിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാം പ്രത്യേകമായിട്ട്. ഓർക്കാം സർവരെയും. വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ടും സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരെ, സഭയിൽ നിന്ന് മാറി നിൽക്കുന്നവരെ, സഭയിൽ മോശമായി ജീവിക്കുന്നവരെ, കൂദാശകൾ കുംഭസാരം സ്വീകരിക്കാത്തവരെ, ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരാത്തവരെ, ദിവ്യകാരുണ്യം ജീവൻ്റെ അപ്പമായി സ്വീകരിക്കാത്തവരെ, കുംഭസാരം പോലുമില്ലാതെ ദിവ്യകാരുണ്യം സ്വീകരിച്ച് തങ്ങളെ തന്നെയും മറ്റുള്ളവരെയും തിന്മയിലേക്ക് നയിക്കുന്നവരെ സമർപ്പിക്കാം പ്രത്യേകമായിട്ട്. ലോകം മുഴുവനെയും ദൈവം ലോകം മുഴുവനെയും രക്ഷിക്കുവാനായി തന്നെ തന്നെ സമർപ്പിച്ച് മുറിച്ചു നൽകിയ ആ അപ്പത്തിലൂടെ അവൻ നമ്മോടൊപ്പമായിരിക്കുമ്പോൾ ഈ രാത്രിയിൽ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ദിവ്യകാരുണ്യനാഥ, സർവരെയും സമർപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ മോശമായ അവസ്ഥകളെ നീക്കി വിശുദ്ധിയിലേക്കും പങ്കുവയ്പ്പിലേക്കും നടത്തിയ മറിയത്തെ പോലെ ഞങ്ങളുടെയും ജീവിതത്തെ നീ സ്പർശിക്കണമേ എന്ന് ഈ രാത്രിയിൽ നീ ഞങ്ങളോടൊപ്പമായിരിക്കണമേ, ഞങ്ങളെ സ്പർശിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തിന്മ നിറഞ്ഞ ഭാഗ്യങ്ങളെ മാറ്റണമേ എന്ന് സർവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മോശമായ അവസ്ഥകളിൽ ജീവിക്കുന്നവരെ ഓർക്കാം, മറ്റുള്ളവരെ തിന്മയിലേക്ക് നടത്തുന്നവരെ ഓർക്കാം, മോശമായ വസ്തുവകകളിലൂടെ മറ്റുള്ളവർക്ക് മോശമായ രോഗങ്ങൾ വരുത്തുന്നവരെ ഓർക്കാം, തിന്മകളിൽ ജീവിക്കുന്നവർ, ശീലങ്ങളിൽ വളരുന്നവർ, കുടുംബത്തിന് ബാധ്യതകളായി മാറുന്നവർ, കുടുംബത്തിൽ മോശമായ കാര്യങ്ങൾ പ്രവർത്തിച്ച് നടക്കുന്നവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ അവരെ സംരക്ഷിക്കട്ടെ, ഈശോ അവരെ സ്പർശിക്കട്ടെ, ജീവിതത്തിലേക്ക് നന്മയിലേക്ക് വരുവാൻ. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കുടുംബത്തിലെ അവസ്ഥകളെ, ദാരിദ്ര്യത്തെ, രോഗത്തെ, ജോലിയില്ലാത്ത അവസ്ഥകളെ, ഭവനങ്ങളില്ലാത്ത അവസ്ഥകളെ, കടത്തിൻ്റെ അവസ്ഥകളെ പ്രത്യേകമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവ സാന്നിധ്യവും സംരക്ഷണവുമുള്ള നല്ലൊരു രാത്രി, പുതിയ ഒരു പുലരി കാണുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.